സുരേഷ് ഗോപി ഒരു മതത്തിന്റെയും വോട്ട് കിട്ടാനല്ല നോമ്പ് തുറക്കിപ്പോയി ഭക്ഷണം കഴിച്ചതെന്ന് നടനും BJP നേതാവുമായ ദേവൻ. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ടെന്നും ഒരുപാട് പ്രാവശ്യം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും ദേവൻ പറയുന്നു. ഭക്ഷണത്തിന്റെ അവസാനം തള്ളവിരലുകൊണ്ട് നക്കി കഴിക്കുന്നത് സുരേഷ് ഗോപിയുടെ രീതിയാണെന്നും ഇതിന്റെ വിഷ്വൽസ് എടുത്ത് പ്രചരിപ്പിക്കുന്നത് ക്രൂരത അല്ലേ എന്നും ദേവൻ പരസ്യമായി പറഞ്ഞു. ഞാൻ സുരേഷിന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ടുണ്ട്. ഡൽഹിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ആഹാരം കഴിക്കുക. ഓരോരുത്തർക്ക് ആഹാരം കഴിക്കുന്നതിൽ ഓരോ സ്റ്റൈലുണ്ട്. അദ്ദേഹം ഒരു നോമ്പ് തുറക്കി പോയി അവിടെ ആഹാരം കഴിക്കുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അദ്ദേഹം അവസാന വറ്റുവരെ തള്ള വിരലുകൊണ്ട് വടിച്ചെടുത്ത് വായിൽ വെക്കുന്ന ചില വിഷ്വൽസ് എടുത്തുകൊണ്ട് ചില മാധ്യമങ്ങൾ, ചില സോഷ്യൽ മീഡിയ ആക്രമികളും കൂടെ പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞാനൊരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നെപ്പോലെ സുരേഷിനെ അറിയാവുന്നവർ കുറവായിരിക്കും. അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തു നിന്ന് കിട്ടുന്ന ഒരു പാഠം ഓരോ അരിയും പ്രാധാന്യമാണ് എന്നാണ്. പാത്രത്തിൽ വയ്ക്കുന്ന ഓരോ അരിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരാളാണ്. അത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേഷ് ഗോപി. അത് മനസ്സിലാക്കാതെ, അദ്ദേഹത്തെ പറ്റി അറിയാതെ, പഠിക്കാതെ അദ്ദേഹം അങ്ങനെ നക്കി തിന്നു എന്ന് പറയുന്നത് എന്ത് ക്രൂരതയാണ്! ആരെയെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയോ മതത്തെ സ്വാധീനിക്കാൻ വേണ്ടിയോ ആ മതത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയോ അല്ല അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്. ഭക്ഷണത്തിന്റെ രീതി അതാണ്. നമ്മൾ എത്രയോ ഫുഡ് വേസ്റ്റ് ആക്കുന്നു. സുരേഷ് ഗോപിയുടെ പ്ലേറ്റിൽ ഒരു തരി വറ്റ് പോലും കാണില്ല. സുരേഷ് ഗോപി പറയും ആ വറ്റിന് പ്രാധാന്യമുണ്ട്. ആ വറ്റ് കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് ദേവൻ തുറന്നു പറഞ്ഞു. പള്ളിയിൽ നിന്ന് സുരേഷ് ഗോപി നോമ്പ് കഞ്ഞി കുടിക്കുന്ന രീതി അഭിനയം എന്ന് പറഞ്ഞ് മന്ത്രി KB ഗണേഷ് കുമാർ പരിഹസിച്ചതിന് പിന്നാലെ പരോക്ഷ പ്രതികരണവുമായി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്ത് വന്നിരുന്നു. 77-78 കാലം മുതൽ നോമ്പ് നോക്കുന്നയാളാണ് താൻ. ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം. സലാം പറഞ്ഞാൽ തിരിച്ച് സലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല. അതിന്റെ മുഴുവൻ ടെക്സ്റ്റ് പറഞ്ഞാണ് അവസാനിപ്പിക്കുക. പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുതെന്ന് ജീവിതത്തിൽ തത്വമാക്കിയ വ്യക്തിയാണ്. തന്റെ അച്ഛനെ കണ്ട് താനത് പഠിച്ചു. തന്റെ മക്കൾ തന്നെ കണ്ടു പഠിച്ചു. കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ചു കഴിക്കും. അങ്ങനെ ഒരു പാരമ്പര്യമാണ് ഉള്ളത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഗണേഷ് കുമാർ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ മറുപടി. അദ്ദേഹത്തിന്റെ അഭിനയം ഭയങ്കരമാണ്. സുരേഷ് ഗോപി പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുമോ എന്ന് പേടിച്ചു. നോമ്പ് കഞ്ഞി ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് പോലെ തള്ള വിരലിട്ട് നക്കി തിന്നുന്നുണ്ടായിരുന്നു. നോമ്പ് കഞ്ഞിയൊക്കെ വീണ്ടും ചോദിച്ചാൽ കിട്ടില്ലേ? പകല് മുഴുവൻ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കിട്ടിയപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാത്തതുപോലെ തള്ള വിരലും നക്കിയേച്ചും വരുന്നു. ഇതൊക്കെ നാടകമല്ലേ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ. ഇതിന് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ നടൻ ദേവൻ പറഞ്ഞത്.